ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പോയി പാട്രിയറ്റ് സിനിമ കണ്ട് വന്നതേ ഉള്ളൂ. നല്ല പ്രതീക്ഷയിൽ കാണാൻ പോയൊരു സിനിമയാണ് പാട്രിയറ്റ്. പക്ഷേ 3 മണിക്കൂർ സിനിമയുണ്ട്. നല്ല ലാഗ് ഉണ്ടായിരുന്നു പടം. എങ്ങനെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ഓക്കെ, ഒരു സ്ലോ ബേസിൽ പോയി, കുറച്ച് എൻഗേജിങ് ആയിട്ട് പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് ലാലേട്ടം വന്നതിന് ശേഷം നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുമല്ല, ഒരു സംഭവമില്ല. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ സൈഡാക്കിയ ഒരു റോളായിരുന്നു ലാലേട്ടൻ എടുത്തത്. ലാലേട്ടനെ പോലെയുള്ള ഒരാളാ ഈ സിനിമയിലേക്ക് കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ സംവിധായകന് പറ്റിയിട്ടായിരുന്നത് വളരെ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ചില സീനൊക്കെ ഉണ്ട്, അതിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ കോമാളിയായിട്ടാണ് സീനുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ ആ സീൻ കാണുന്നില്ല, കണ്ടിട്ടും അതൊന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സീനൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ ചിരിയാണ്. അതുകൊണ്ട് ഒടിയനിൽ കഞ്ഞിയെടുക്കട്ടെ എന്ന് പറയുന്ന സമയത്തിൽ ചിരിയില്ലേ, ഏതാണ്ട് ആ ലെവലിൽ ഒരു സാധനം, കുറച്ച് സാധനങ്ങൾ. ലാലേട്ടൻ്റെ ആ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാനാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ചില സീനുകളിൽ ഇവർ സീരിയസ് ആയി ചെയ്യിപ്പിച്ച സീനുകളിൽ ചിരിയാണ് വരുന്നത്. ലാലേട്ടൻ ഇത് എത്രമാത്രം സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കണ്ണ് ചിമ്മുന്ന സീനെല്ലാം ഉണ്ട്, എൻ്റെ പൊന്നോ, തിയേറ്ററിൽ ആളിരുന്ന് ചിരിക്കുക. സീരിയസ് ആയിട്ട് എടുത്ത സീനാണ്, കണ്ണ് ചിമ്മുന്ന സീൻ. എന്താ എന്തോ, എന്താ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഡയറക്ടർക്ക് തന്നെ അറിയും. നല്ല നിരാശയുണ്ട്. കുറച്ച് അത്യാവശ്യം പ്രതീക്ഷിച്ചിരുന്നു. മഹേഷ് നാരായണന്റെ പടം ആയാലും നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുമല്ല മോഹൻലാലും മമ്മൂട്ടിയിലും ഉണ്ടാകുന്ന സമയത്തും. പിന്നെ ഫഹദ് ഫാസിൽ എല്ലാ സിനിമയിലും ഇല്ല പോലെ തന്നെ പിന്നെ വറളി പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ. കുഞ്ചാക്കോ ഓബനും അതുപോലെ തന്നെ, അയാളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സാണൊക്കെ ഒരു ക്യാരക്ടർ. മൊത്തത്തിൽ ഒരു ആവറേജ് സിനിമ. വൺ ടൈം ഇവരൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കണ്ടിഷ്ടപ്പെട്ട എൻ്റെ കൂടെ വന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിന്, അദ്ദേഹത്തിന് ഈ പടം നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ് പാട്രിയറ്റ്. ഓക്കെ.